നിയമവ്യവസ്ഥ, സ്ത്രീകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥ പേടിയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഇന്ന് തൊട്ടുപോയാൽ പോയില്ലേ, അവിടെ എന്തിനായിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല വന്ന് മുള്ളിൽ വീണാൽ, മുള്ളു വന്ന് ഇല വീണാൽ പുള്ളിക്കാരന് പോയി, അത്രയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അങ്ങ് നോർത്തിലേക്കാണ്. നോർത്ത് എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലെ താഴ്ന്ന ഭൂമിയിലേക്കല്ല, രാജസ്ഥാനിന്റെ തലസ്ഥാന നഗരിയായ ജയ്പൂരിലെ തെരുവീതിയിലേക്കാണ് സുഹൃത്തുക്കളെ, തെരുവീതിയിലേക്കാണ്. അവിടെ നമ്മളെയും കാത്തൊരു അതിഥി നിൽപ്പുണ്ട്. ആരാണത്? ജയ്പൂരിലെ ഒരു ആന്റിയെ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ കാരണമാണ് നമ്മുടെ ആന്റി എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും കുറച്ച് ഓൾഡ് ആയിരിക്കും. ഓൾഡ് അല്ല, യങ് ആണ്. ആൾ കാണാൻ വളരെ സ്മാർട്ടാണ്. ബ്ലൂ ടീഷർട്ടും സൺഗ്ലാസ് ഒക്കെ വെച്ച ആൾ നല്ല ഗ്ലാമറൊക്കെയാണ്. പക്ഷെ കയ്യിലിത് മോശം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം, നോക്കല്ലേ? ഓക്കെ. उससे क्या होगा मेरे को तो बता दो। अब आपके मेरी बात सुनो, आपके 1700 रुपए का नुकसान के बराबर हो चुका है। हाँ, हो गया। अब छोड़ दो गाड़ी को। नहीं, क्यों छोड़ दूं? हो गया ना, गाड़ी आपने എന്താ നോക്കുന്നേ? കല്ലാണോ? अरे उनको बुलाना। ഓ, ആന്റി കല്ലെടുത്ത് അടിക്കണം. ओ भाई साहब, അപ്പൊ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ആന്റി സ്കൂട്ടറിൽ ഇങ്ങനെ റോഡിലൂടെ വരുവായിരുന്നു. ഇപ്പൊ വലിയ വീതിയൊന്നും ഇല്ലാത്ത റോഡാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ അങ്കിള് ബുള്ളറ്റുമായിട്ട് വരും. അങ്കിളൊന്നും അല്ല, ചെറുപ്പക്കാരനാണ്, പക്ഷെ ആന്റിനെ വിളിച്ച സ്ഥിതി അങ്കിളെന്ന് വിളിക്കാമോ. അപ്പം അങ്കിളിന്റെ ഈ ബുള്ളറ്റ് പുള്ളിക്കാരിയുടെ സ്കൂട്ടറിൽ ചെറുതായി ഒന്ന് സ്പർശിച്ചു, ഒന്ന് ഉരസി, ഒരു സ്ക്രാച്ച് വന്നു. പിന്നീട് ഈ യുവതി വണ്ടി നിർത്തി അവിടെ ഇരുന്ന് തർക്കമായി. ആ തർക്കം ചെറിയൊരു സ്പാർക്ക് ആയിരുന്നെങ്കിൽ വലിയൊരു സ്ഫോടനത്തിലാണ് കലാശിച്ചത്. അതാണ് നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടത്. ആംഗിളിന്റെ റിയർ വ്യൂ മിറർ, ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, അങ്ങനെ ആ വണ്ടിയുടെ സകലമായ സാധനങ്ങൾ അടിച്ചു പൊളിച്ചു. ആദ്യം ഹെൽമെറ്റ് കൊണ്ടാണ് അടിച്ചെങ്കിൽ പിന്നീട് കലിപ്പ് തീരാതെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് അറിഞ്ഞോ പുറഞ്ഞോ അത് അടിച്ചു പൊളിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടും ആ നടക്കുന്ന സമയത്ത് അപ്പോഴെല്ലാം ഒട്ടും അഗ്രസീവ് ആകാതെയാണ് ആ അങ്കിള് ആന്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ശാന്തനായിട്ട്. അത് വേറെ ശാന്തനായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മുടെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ, സ്ത്രീകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥ പേടിയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഇന്ന് തൊട്ടുപോയാൽ പോയില്ലേ, അവിടെ എന്തിനായിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല വന്ന് മുള്ളിൽ വീണാൽ, മുള്ളു വന്ന് ഇല വീണാൽ പുള്ളിക്കാരന് പോയി, അത്രയാണ്. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് പോലീസ് അവിടെ എത്തിച്ചേരുകയും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് കോംപ്രമൈസ് ആക്കുകയാണ് ചെയ്തത്. അത് കേസെടുക്കാനൊന്നും തയ്യാറായിട്ടില്ല. എന്തായാലും നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ആ സ്ത്രീയെ പൂർണ്ണമായിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു വിധത്തിൽ മാനസികമായ പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണോ നമുക്കറിയില്ലല്ലോ. എന്തായാലും പിന്നീട് ഇവര് ഈ സംഭവത്തിൽ ഖേദിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. पुलिस वाले भी कुछ भी नहीं कर सकते तुम्हारा, इतनी बड़ी हो। सोमवार को एक एनफील्ड बाइक से एक्सीडेंट हो गया था, जिसमें मेरे पैर में चोट आ गई थी और मैंने गुस्से में आकर उन भैया की बाइक तोड़ दी। എന്തൊക്കെയായാലും ഇവിടെയും പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല കേട്ടോ. ഇത് കണ്ടാൽ തോന്നും പുള്ളിക്കാരനാണ് പുള്ളിക്കാരിയുടെ വണ്ടി അടിച്ചു പൊട്ടിച്ചത്. എന്തായാലും കൊള്ളാം. എന്തായാലും സംഭവത്തിൽ പുള്ളിക്കാരി ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി പറയുന്നത് എന്റെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമാണ് ഇത് വണ്ടി അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനത് അടിച്ചു പൊട്ടിച്ചു, അതിൽ ക്ഷമ പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ